നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപം CNG പൈപ്പ് ലൈൻ പൊട്ടി. 1 മണിക്കൂർ മുൻപായിരുന്നു സംഭവം. കിംസ് ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇത് എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? നിലവിൽ ഒരു ആശങ്കയുടെയും അടിസ്ഥാനമില്ല. കാരണം അതിലേക്കുള്ള ഈ ചോർന്ന വാതകം വരുന്ന വഴിയെയുള്ള പൈപ്പ് ലൈനിന്റെ പ്രധാന വാൽവ് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അപകടകരമായ ഒരു സാഹചര്യം ആശങ്കയുളവാക്കിയ 1 മണിക്കൂർ അത് പൂർണ്ണമായി നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ലീക്കേജ് ഉണ്ടായ ഭാഗത്തെ കൃത്യമായ പൈപ്പിന്റെ ചോർച്ചയുണ്ടായ ഭാഗം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത്? ഈ JCB ഉപയോഗിച്ച് അവിടെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഏതാണ്ട് 12 മണിക്ക് ശേഷം ഈ പണി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് പൈപ്പ് ലൈനിന്റെ ഒരു ഭാഗത്തെ മണ്ണ് നീക്കുന്നതിനിടയിൽ ആ പൈപ്പ് ലൈനിലേക്ക് JCBയുടെ പ്രധാനപ്പെട്ട ഭാഗം തട്ടുന്നത്. അങ്ങനെ തട്ടിയ ഉടൻ അവിടെ നിന്ന് വളരെ അപ്രതീക്ഷിതമായി ചോർച്ച ആരംഭിക്കുന്നു. പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം തുടർച്ചയായി വാതകം പുറത്തേക്ക് ചോർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ വാതകം ചോർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അഗ്നിശമന സേനയും പോലീസും ഉൾപ്പെടെ എത്തിയെങ്കിലും ഇതിന്റെ പ്രധാന വാൽവ് അടയ്ക്കാതെ അവിടെ ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണിയോ അതല്ല എങ്കിൽ ആ ചോർച്ച അടയ്ക്കാനുള്ള നടപടികളോ തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അങ്ങനെ ആശങ്കപ്പെടുന്നതിനിടയിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്ക്, അതായത് യഥാർത്ഥത്തിൽ ഒരു ഗ്യാസ് ചോർച്ച ഉണ്ടാകുന്ന സ്ഥലത്ത് എന്താണോ സംഭവിക്കുന്നത് അത്തരമൊരു ഇപ്പോൾ നേരിയ സംഘർഷം ഈ JCB ജീവനക്കാരും പ്രദേശവാസികളും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഈ ചോർച്ച ഉണ്ടായത്, അത് അശ്രദ്ധയാണ് എന്ന് പറഞ്ഞ അല്പസമയമായി പ്രദേശത്ത് നിന്ന് തർക്കമാണ് ഇപ്പോൾ ഒരു പരസ്പര തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇരു കൂട്ടരെയും, അതായത് നാട്ടുകാരെയും അതോടൊപ്പം ഈ ജീവനക്കാരെയും അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് അധിക നേരമായി ഇരു കൂട്ടരും തമ്മിൽ ഇവിടെ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് അവരെ ഇപ്പോൾ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ JCB അവിടെ നിന്ന് കൃത്യമായി ഈ വാതക പൈപ്പ് ലൈൻ, ഈ CNG പൈപ്പ് ലൈൻ മണ്ണിനടിയിലൂടെ പോകുന്നുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കാതെയാണോ ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി, റോഡ് നന്നാക്കുന്നതിന് വേണ്ടി JCB അവിടേക്ക് എത്തിയത് എന്നതിലാണ് ഇപ്പോൾ സംശയം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഈ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാൻ പാടുള്ളായിരുന്നു. മാത്രമല്ല JCB ഉപയോഗിച്ച് അവിടെ ഒരു കാരണവശാലും കുഴിയെടുക്കാനും പാടില്ലായിരുന്നു. കാരണം ഇങ്ങനെ വാതക പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലത്ത് കൂടി യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് എടുത്തു മാറ്റിയാൽ അതുണ്ടാക്കാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഈ CNG പൈപ്പ് ലൈൻ കടന്നു പോകുന്ന കാര്യം അറിയാതെ കുഴിയെടുത്തു എന്നതാണ് ഇപ്പോൾ ഒരു വിവാദമായി മാറിയിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അറ്റകുറ്റപ്പണികൾ, അതായത് ഈ പൈപ്പ് ലൈൻ പൂർണ്ണമായി അടച്ചതിന് ശേഷമാണ്, വാൽവ് അടച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചോർച്ച നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 1:40 ചോർച്ച പൂർണ്ണമായി നിയന്ത്രിക്കാനായത്. ഇനി പൈപ്പിന്റെ പൊട്ടിയ ഭാഗം അത് പൂർണ്ണമായി മാറ്റുകയോ അതല്ല എങ്കിൽ അത് വലിയ ടേപ്പുകൾ ഉപയോഗിച്ച് കെട്ടുകയോ ചെയ്താൽ മാത്രമേ ഇനി ഗ്യാസ് പൈപ്പ് ലൈനിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ വാതകം ഇനി ഇതുവഴി സുഗമമായി അത് കൃത്യമായി നൽകാൻ കഴിയൂ. അതാണ് ഇപ്പോൾ ഉള്ള ഒരു വെല്ലുവിളി. എന്തായാലും അഗ്നിശമന സേനയുടെയും അതോടൊപ്പം ഈ ഗ്യാസ് ലൈനിന്റെയും കൂടുതൽ CNG അധികൃതർ ഇവിടേക്ക് എത്തിയാണ് ഇതിന്റെ മറ്റ് നടപടികൾ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ശ്രദ്ധക്കുറവാണോ ഈ ഒരു പ്രശ്നത്തിന് കാരണമായത്? ഇത് ആരുടെ ഭാഗത്താണ് ഇത്തരം ഒരു വീഴ്ച ഉണ്ടായത്? ഇപ്പോഴും വലിയ പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ടോ? നമുക്ക് പ്രാഥമികമായി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇങ്ങനെ ഒരു വാതകം കടന്നു പോകുന്ന പൈപ്പ് ലൈൻ റോഡിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം താഴെ കൂടെ എങ്ങനെ കടന്നു പോകാൻ കഴിയും? അത് കൃത്യമായി ഒരു ആഴം ഉറപ്പാക്കി, ഏതാണ്ട് ഒരു 6 മീറ്റർ ആഴം ഉറപ്പാക്കി ആ 6 മീറ്ററിന് താഴ്ചയിലൂടെ മാത്രമേ ഈ വാതക പൈപ്പ് ലൈൻ കടന്നു പോകാൻ പാടുള്ളൂ എന്നാണ് നിയമം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു 1.5 മീറ്ററിന് താഴെ വെച്ച് തന്നെ ഈ പൈപ്പ് ലൈനാണ്. നമുക്ക് കൃത്യമാണ്, പ്രകടമാണ് ഈ ദൃശ്യങ്ങളിൽ.
കാരണം ആ റോഡും ആ പൈപ്പ് കടന്നു പോകുന്ന വഴിയും തമ്മിലുള്ള അല്ലെങ്കിൽ ആ സ്ഥലവും തമ്മിലുള്ള ദൂരം ആഴം എന്ന് പറയുന്നത് ഏതാണ്ട് 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ താഴ്ചയേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി റോഡ് കുഴിക്കുകയോ മണ്ണ് പൊളിക്കുകയോ മണ്ണ് മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ ടാറ് പൊളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൈപ്പ് ലൈനിൽ അത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നുകിൽ ഇത് വേഗത്തിൽ പണി പൂർത്തിയാക്കാനായി ഓടിപ്പിടിച്ച് ചെയ്ത വഴിക്ക് കൃത്യമായി ആഴമെടുക്കാതെ ഈ പൈപ്പ് ലൈൻ കടന്നുപോയതായിരിക്കാം. അതല്ല എങ്കിൽ അത് കൃത്യമായി, അതായത് മറ്റ് നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നായിരിക്കാം. കാരണം ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, റോഡിൽ നിന്ന് മീറ്ററുകൾ മാത്രം താഴെ ഈ പൈപ്പിന്റെ കുഴിയെടുത്തിരിക്കുന്നത്. ഇത് വരുന്ന വഴിയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് എന്ന് വേണം ഇതിന്റെ നീളം, അതിന്റെ ഉറവിടമൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ 6 അടി താഴ്ചയിലൂടെ പോകേണ്ട പൈപ്പ് ലൈൻ എങ്ങനെ 1.5 അടി മാത്രം താഴ്ചയുള്ള ഒരു സ്ഥലത്തുകൂടി പോകുന്ന സാഹചര്യമുണ്ടായി? അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് എന്നതിലൊക്കെ വിശദമായ പരിശോധന വേണ്ടിവരും. ആശ്വാസകരമായ കാര്യം, മറ്റു തരത്തിലുള്ള ഒരു അപകടങ്ങളും ആശങ്കകളും ഉണ്ടാകാതെ കൃത്യമായി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ സമയോചിതമായ ഇടപെടൽ മൂലം 1 മണിക്കൂർ നേരം തുടർച്ചയായി ഈ വാതകം ഇങ്ങനെ ചോർന്ന് അന്തരീക്ഷത്തിലേക്ക് എത്താം. ഇപ്പോൾ വാർഡ് കൗൺസിലർ വീണാകുമാരി തത്സമയം ചേരുന്നുണ്ട്. ശ്രീമതി വീണാകുമാരി, അവിടെ എന്താണ് സംഭവിച്ചത്? അങ്ങനെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടല്ലോ. JCB ഓപ്പറേറ്ററുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്, ഇവിടെ ഈ പൈപ്പ് ലൈൻ പോകുന്നുണ്ടെന്ന് എന്തുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല? അത്തരം ആരുടെ ഭാഗത്താണ് ഈ വീഴ്ച ഉണ്ടായത്? ഇപ്പോഴും ഇത് അതിവേഗത്തിൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പഴയ രീതിയിൽ തന്നെ ക്രമീകരിക്കാൻ സാധിക്കുമോ? ഈ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ എല്ലാവരും അതിന് മുൻകൈയെടുത്ത് നല്ല വിധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നുള്ളത് മാക്സിമം ഞങ്ങൾ ആൾക്കാർക്ക് ഇത് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ആൾക്കാരെല്ലാം അതിനനുസരിച്ച് വളരെ ജാഗരൂകരായി മുന്നോട്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകൾക്കൊരു ആശങ്കയുണ്ടോ? കാരണം നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടല്ലോ. ഇല്ല, ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഭരണകൂടം പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം അതിന് വേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ മുന്നോട്ട് നമ്മൾ റെഡിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടും. എന്ത് പ്രവർത്തനമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്? JCB ഓപ്പറേറ്ററുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നമാണ്, ശ്രദ്ധക്കുറവാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇപ്പൊ എന്തായാലും നമ്മൾ അടിയന്തരമായിട്ട് ഇത് പരിഹരിക്കപ്പെടാനും വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. തീർച്ചയായും ഒരു നടപടി, അങ്ങനെ വീഴ്ച ആരുടെ ഭാഗത്താണ് ഉണ്ടായത് അതേക്കുറിച്ച് ഒരു അന്വേഷണം ആവശ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും അത് ആരുടെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് അതിനൊരു നടപടി ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പൊ ആദ്യഘട്ടം എന്നുള്ള അതിന്റെ പരിഹാരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? നഗരസഭയുടെ ഭാഗത്തു നിന്ന് നഗരസഭയിലും അറിയിച്ചിട്ടുണ്ട്. അവരും സകല സപ്പോർട്ടും തരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഭരണകൂടം എല്ലാം നമ്മുടെ സംസ്ഥാന ഭരണകൂടമാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് സപ്പോർട്ട് തരുന്നുണ്ട്. മാക്സിമം എല്ലാ ഫോഴ്സുകളെയും അവിടെ വരുത്തി സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര സമയം കൊണ്ട് ഈ തകരാർ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? 1 മണിക്കൂറിനകത്ത് പരിഹരിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ അവർ വളരെയധികം ഊർജിതമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ആരുടെ നേതൃത്വമാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഏകോപനം, ഈ തകരാർ പരിഹരിക്കാനുള്ള ഈ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകുന്നത് ആരാണ്? നഗരസഭയുടെ ഭാഗത്തു നിന്നുമുണ്ട്, അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഫയർഫോഴ്സ്, പിന്നെ നമ്മുടെ AG&P ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഗ്യാസ്, അവരുടെ എല്ലാവരുടെ കോർഡിനേഷനോടെ ഉണ്ട്. യെസ്, വളരെയധികം നന്ദി ശ്രീമതി വീണാകുമാരി. സ്ഥലം കൗൺസിലറാണ്, നഗരസഭാ കൗൺസിലറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നഗരസഭാ കൗൺസിലർ വ്യക്തമാക്കുന്നത്. തകരാർ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് നഗരസഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഡാൻ കുര്യനിലേക്ക് വീണ്ടും. ഡാൻ, ഈ കൗൺസിലർ സൂചിപ്പിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഈ പ്രവർത്തനം നടക്കുകയാണോ?
ഇത് ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണോ കരുതുന്നത്? നിലവിലുള്ള പ്രശ്നം ഈ ചോർച്ചയുണ്ടായ ഭാഗം അടയ്ക്കുക എന്നതാണ്. അത് മാത്രമേ ഒരു ആശങ്കയായി നിൽക്കുന്നുള്ളൂ. കാരണം അത് അടച്ചാൽ മാത്രമേ ഇനി വാൽവ് തുറന്ന് ഈ CNG പൈപ്പ് ലൈനിലൂടെ അത് കൃത്യമായി സുഗമമായി നൽകാൻ കഴിയൂ. അതിന് എത്ര സമയം കാലതാമസം എടുക്കുമെന്നറിയില്ല. ഒന്നുകിൽ ആ ചോർച്ചയുണ്ടായ ഭാഗം അറുത്തു മാറ്റി അവിടെ പകരം പൈപ്പ് പുനഃസ്ഥാപിക്കണം. അതല്ല എങ്കിൽ ആ ഭാഗത്ത് മറ്റേതെങ്കിലും ടേപ്പ് ഉപയോഗിച്ച് അത് ആ ചോർച്ച പൂർണ്ണമായി അടയ്ക്കാനുള്ള നടപടി ഉറപ്പുവരുത്തണം. അതിലേതെങ്കിലും ഒന്ന് വൈകാതെ തന്നെ ചെയ്യും. അത് ചെയ്തതിന് ശേഷമേ ഈ വാൽവിനി ഓപ്പൺ ചെയ്യാൻ കഴിയൂ. മറ്റ് അപകടമുണ്ടാകാവുന്ന സാഹചര്യമൊന്നും നിലവിലില്ല. ആ സ്ഥിതിയെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ LDFന്റെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ജനപ്രതിനിധികൾ എത്തുന്നുണ്ട്. അവർ ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് വലിയ ആഴത്തിലൂടെ പോകേണ്ട ഒരു പൈപ്പ് ലൈൻ എങ്ങനെ ഈ റോഡിൽ നിന്ന് കേവലം 1-1.5 മീറ്റർ കാഴ്ചയിലൂടെ പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതും ഒരു CNG വാതക പൈപ്പ് ലൈൻ ഇത്രയും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ കടത്തിവിടാൻ കഴിഞ്ഞു? അത് സ്വാഭാവികമായി അതല്ല എങ്കിൽ ഇവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ JCB ഉപയോഗിച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ അപകടമുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് രക്ഷപ്പെട്ടത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. നിലവിൽ എന്തായാലും എന്താണ് ഈ ഇത്തരം ഒരു ഈ അപകടത്തിലേക്ക് നയിച്ചത്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോർച്ചയിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, അത് എന്തുകൊണ്ട് ആ JCB പ്രവർത്തിപ്പിച്ചിരുന്ന ജീവനക്കാരെ ഇവിടെ പൈപ്പ് ലൈൻ പോകുന്ന കാര്യം അറിയിച്ചില്ല, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു തർക്കം നിലനിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന്റെ മറ്റ് വശങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം ചോർച്ചയുണ്ടായ ഭാഗത്ത് അത് കൃത്യമായി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അത് അറ്റകുറ്റപ്പണികൾ അവിടെ നടത്തി അടിയന്തരമായി അത് CNGയുടെ വാൽവ് റീഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഒരു മേഖലയിലേക്കുള്ളതല്ല, മുഴുവൻ മേഖലയിലേക്കുള്ളതും നിയന്ത്രിച്ചിരിക്കുകയാണ്. അതിന്റെ ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്നത് നിയന്ത്രിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് അടയ്ക്കാനുള്ള നടപടി അത് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇനി ആ അറ്റകുറ്റപ്പണി നടത്തി ആ ചോർച്ചയുണ്ടായ ഭാഗം പൂർണ്ണമായി ആ ചോർച്ച മാറ്റിയെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ആ വാൽവിനി റീഓപ്പൺ ചെയ്യാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയൊക്കെ ഇനി അടുത്ത ഘട്ടത്തിൽ മാത്രമേ, അതൊക്കെ അടുത്ത സ്റ്റെപ്പാണ്. ആ നടപടിക്രമങ്ങളൊക്കെ പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, അതേക്കുറിച്ച് വിശദമായി തന്നെ എന്തായാലും അന്വേഷണം വേണം. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയും സ്വീകരിക്കണം. തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമാണ് CNG പൈപ്പ് ലൈൻ പൊട്ടിയത്. 1 മണിക്കൂർ മുമ്പായിരുന്നു സംഭവം. കിംസ് ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. തകരാർ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പെരുമ്പാവൂരിൽ ആശാപ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം. മോഷണത്തിനായി വീട്ടിൽ കയറിയ പ്രതി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രതിയെ തിരിച്ചറിഞ്ഞതായും ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇത് എപ്പോഴായിരുന്നു, പകൽ സമയത്താണോ ഈ ലൈംഗിക അതിക്രമം ഉണ്ടായത്? ഈ പ്രതി സംഭവത്തിന് ശേഷം, ഈ അതിക്രമത്തിന് ശേഷം എവിടേക്കാണ് രക്ഷപ്പെട്ടത്? മലയാളിയാണ്, പ്രത്യേകിച്ച് നമുക്കറിയാം പെരുമ്പാവൂരിൽ നിന്ന് കേൾക്കുമ്പോൾ സാധാരണ സംശയം തോന്നുന്നത് ഇതര സംസ്ഥാനക്കാരെയാണ്. ഇതാരാണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും കൃത്യമായൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോം, പ്രതി മലയാളി തന്നെയാണ്. പോലീസ് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നാലും പ്രതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഉടനെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. 10-ാം തീയതി രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആശാ വർക്കറായിട്ടുള്ള യുവതി തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു വൃത്തിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, അവരെ പരിചരിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു. ആ സമയത്ത് ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ വീടിന്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടു. അതോടൊപ്പം തന്നെ സാധനങ്ങൾ
വലിച്ചു വാരിയിട്ടിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. ഇവരത് അടുക്കി വെക്കുന്നതിനിടയിലാണ് ഇവിടെ ഒരു മോഷണ ശ്രമത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരും ഇവിടെ കയറിയെന്ന് അപ്പോൾ തന്നെ യുവതിക്ക് മനസ്സിലാകുകയും ചെയ്തു. ആ സമയത്ത് തന്നെയാണ് നഗ്നനായിട്ടുള്ള ഈ പ്രതി വീട്ടിന്റെ മുറ്റത്ത് നിന്നും ഓടി വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയും പ്രധാന ഡോറ് അടച്ചു കുറ്റിയിടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഈ യുവതി നിലവിളിച്ചു, ഒച്ചത്തിൽ നിലവിളിച്ചു. നിലവിളി പുറത്ത് കേൾക്കാതിരിക്കാൻ പ്രതി യുവതിയുടെ വായിൽ പൊത്തിപ്പിടിക്കുകയും പിന്നീട് വസ്ത്രങ്ങൾ അഴിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ലൈംഗിക അതിക്രമം യുവതിക്കെതിരെ ഈ പ്രതി നടത്തുകയും ചെയ്തത്. പിന്നീട് കുതിറിമാടിയ യുവതി ഉച്ചത്തിൽ നിലവിളിച്ചു. നാട്ടുകാർ ഓടി വരുന്നു. ആ നിലവിളി കേട്ടിട്ടാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. നാട്ടുകാർ വരുമ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് യുവതിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയും പെട്ടെന്ന് തന്നെ പെരുമ്പാവൂർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായി തന്നെ ഒരു മോഷണ ശ്രമം നടന്നതായി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഈ വീട്ടിന് പരിസരത്തുള്ളതും കടകളിലുമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഒപ്പം യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതും. പ്രതിയിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ആ നാട്ടുകാരൻ തന്നെയാണ്, പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് പ്രതി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു നടന്നത്. പ്രത്യേകിച്ച് സ്ത്രീ ഒറ്റയ്ക്കാണ് വീട്ടിലെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പ്രതി ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഉൾപ്പെടെ സ്ത്രീക്ക് നേരെ നടത്താൻ ശ്രമിച്ചത്. വീട്ടിലെ അരമാര, സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ടോം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നില്ല. കാരണം പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മാത്രമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സ്വദേശി തന്നെയാണ്, പെരുമ്പാവൂർ സ്വദേശി തന്നെയാണ്, മലയാളിയാണ്. അതിനപ്പുറമുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇനി ചിലപ്പോൾ പ്രതിയെ ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് എത്തുമ്പോൾ പ്രതി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. പക്ഷേ യുവതിയുടെ മൊഴിയിൽ നിന്നും മറ്റ് CCTVയുടെ പരിശോധനയിൽ നിന്നും എന്തായാലും പ്രതി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോലീസ് എത്തിയിട്ടുമുണ്ട്. ടോം, ഒരു ചോദ്യം കഴിഞ്ഞു. യെസ്, എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നാം ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടിലോ സമീപ പ്രദേശങ്ങളിലോ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ഇത് എങ്ങനെയാണ് ഈ പ്രതിക്ക്, ഈ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമമാണ് ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ കടന്നു കളയുന്നു. ഈ പ്രതി എവിടേക്കാണ് പോയത് എന്നെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പോലീസ് എന്തായാലും പ്രതിയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. പ്രതി ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും അധികം താമസിക്കാതെ തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനു മുൻപ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വിവരങ്ങൾ നൽകാമെന്നാണ് പോലീസിൽ നിന്നും അറിയുന്നത്. യുവതിയുടെ വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് ജോലിക്ക് പോയിട്ട് വരുന്ന സമയം ഉണ്ടായിരുന്നുള്ളൂ. ഈ ആശാ വർക്കറെ കൂടിയായിട്ടുള്ള യുവതി തൊട്ടടുത്തുള്ള വീട്ടിലെ വൃദ്ധയായിട്ടുള്ള ഒരു വൃദ്ധയെ പരിചരിച്ച ശേഷം തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോഴാണ് വീടിങ്ങനെ തുറന്നു കിടക്കുന്നത് കാണുന്നതും അവിടെ ഒരു മോഷണ ശ്രമം നടന്നതായും യുവതിക്ക് തോന്നുകയും ചെയ്തു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഒളിച്ചിരുന്ന് നഗ്നനായിട്ടാണ് വീട്ടിലേക്ക് കയറി വന്ന് ഡോറ് കുറ്റിയിട്ട് പിന്നീട് ഈ യുവതിക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടത്തുകയും ചെയ്തത്. വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറാൻ ശ്രമിച്ചു. ഓടിയ ഈ പ്രതിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട യുവതി പെട്ടെന്ന് തന്നെ ഉച്ചത്തിൽ നിലവിളിച്ചത് കൊണ്ടാണ് മാത്രമാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. ആ നിലവിളി കേട്ട് തന്നെ നാട്ടുകാർ വീട്ടിലേക്ക് വരികയും പിന്നീട് പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. അതിൽ പോലീസ് പ്രതിയെ കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. എറണാകുളം പെരുമ്പാവൂരിലാണ് മോഷണത്തിനിടെ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പത്തനംതിട്ട അടൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അടൂർ സ്വദേശിനി ഷഹനയാണ് മരിച്ചത്. സ്റ്റെയർകേസിന്റെ പിടിയിൽ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ മരണസമയം വീട്ടിലുണ്ടായിരുന്ന സുഹൃത്ത് കസ്റ്റഡിയിലാണ്. അതേസമയം ഷഹനയുടേത് കൊലപാതകമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ? കുടുംബം പറയുന്നതനുസരിച്ച് ദുരൂഹത ആരോപിക്കുന്നുണ്ടല്ലോ ഈ യുവതിയുടെ കുടുംബം. ഈ സുഹൃത്തിൻ്റെ മൊഴിയിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, തിങ്കളാഴ്ച രാത്രിയാണ് അടൂർ പഴക്കോടുള്ള കോട്ടമുകൾ വീട്ടില്
ഷഹനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. അതിനുശേഷം പോലീസ് അയൽവാസികൾ അറിഞ്ഞതിനു ശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഈ വീട്ടിനുള്ളിൽ തന്നെ യുവതി തൂങ്ങി മരിച്ച വീട്ടിനുള്ളിൽ തന്നെ യുവതിയുടെ സുഹൃത്തും ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. അയാളെയാണ് പോലീസ് കസ്റ്റഡി എടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും ഷഹാനയുമായി അടുപ്പമുള്ള വ്യക്തിയാണ് ഈ സുഹൃത്തിനറിയാം. ഈ ഷഹാനയുടെ മൃതദേഹത്തിൽ തൂങ്ങി മരിച്ച മൃതദേഹത്തിൽ രക്തം വാർന്ന നിലയിലായിരുന്നു. ഈ സുഹൃത്തിന്റെ ദേഹത്തും രക്തമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഷഹാനയുടെ മരണം ഈ സുഹൃത്ത് കൊലപ്പെടുത്തിയതാകാമെന്നുള്ള ആരോപണമാണ് ഷഹാനയുടെ മാതാവ് അടക്കം ആരോപിക്കുന്നത്. അത്തരത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും വിശദമായി പോലീസ് ഇയാളെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഷഹാന 1 വർഷമായി ഭർത്താവുമായി പിരിഞ്ഞ് ഒരു കുട്ടിയുള്ള മാതാവാണ്. ഈ വീട് വെച്ച് ഇവിടെ താമസിക്കുന്നത്. അവിടെയാണ് ഈ സുഹൃത്തിനെയും കണ്ടെത്തിയത്. എന്തായാലും ഇവർ തമ്മിൽ ചില വഴക്കുകൾ, അതായത് ഇന്നലെ രാത്രി ചില വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടായതായി SP ചോദ്യം ചെയ്യലിൽ നൽകിയതായി SP മൊഴി നൽകി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ മൊഴിയിൽ നിന്നും അത്തരം വിവരങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് SP ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൊലപ്പെടുത്തിയതാകാമെന്നുള്ള നിഗമനമാണ്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിശദമായി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. തിങ്കളാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ഷഹനയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അതായത് വീടിന്റെ സ്റ്റെയർ കേസിനുള്ള ചേർന്ന പടിയിലാണ് ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. ഈ ബഹളം വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ ബഹളം കേട്ടുകൊണ്ട് ആളുകൾ ഓടിയെത്തുകയും പിന്നീടാണ് പോലീസിനെ വിവരം വിളിച്ച് അറിയിക്കുകയും പോലീസ് എത്തിയ ശേഷമാണ് ഈ യുവാവും ഈ വീട്ടിനുള്ളിൽ ഉള്ളതായി കണ്ടെത്തിയത്. അയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇതുവരെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ മനസ്സിലാക്കുന്നതനുസരിച്ച്, നേരത്തെ ശശിനാരായണൻ സൂചിപ്പിച്ചതനുസരിച്ച് ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം കുട്ടിയോടൊപ്പമാണ് ഇവർ താമസിക്കുന്നതാണ്. അതായത് ഈ മരണം നടക്കുന്ന സമയത്ത് ഈ ആൺസുഹൃത്ത് മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നോ, അതോ മറ്റാരെങ്കിലും ബന്ധുക്കളോ കുട്ടിയോ ആ വീട്ടിലുണ്ടായിരുന്നോ ആ സമയത്ത്? ടോമി, ആൺസുഹൃത്ത് മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ അയൽവാസികൾ മൊഴി നൽകിയിട്ടുള്ളത്. അത് കാരണം ഈ വീട്ടിനുള്ളിൽ ചില ശബ്ദങ്ങൾ കേട്ടു. അത് കേട്ട് വീട്ടുകാർ അയൽവാസികൾ ഓടിയെത്തി വീട് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ ആൺസുഹൃത്താണ് വീട് തുറക്കുന്നത്. മരിച്ചു എന്ന് മാത്രമാണ് ഈ ആൺസുഹൃത്ത് ഈ അയൽവാസികളോട് പറഞ്ഞത്. തുടർന്ന് തന്നെ ഇയാളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നതിന് ശേഷമാണ് ഇയാളെ കസ്റ്റഡി എടുത്തത്. എന്തായാലും ഈ ഷഹാന ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. കാരണം യുവാവിനെ അവിടെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഒപ്പം ഈ ഷഹാനയുടെ മൃതദേഹത്തിൽ ഈ രക്തം വാർന്ന നിലയിലാണ്. അതുപോലെ തന്നെ ആ രക്തം തന്നെ ഈ യുവാവിന്റെ ദേഹത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപ്പെടുത്തിയതാകാമെന്നുള്ളൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായി ഈ വീട്ടിലുണ്ടായിരുന്ന യുവാവിനെ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം മാത്രമാണ് ലഭിച്ചതെന്നാണ് SP ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ SP വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും മരണകാരണം എന്താണ് എന്നുള്ള കാര്യം കൂടുതൽ. ഇരുവരും തമ്മിൽ ഒരു വഴിവിട്ട സൗഹൃദമായിരുന്നോ, അതോ ലിവിങ് ടു ദ റിലേഷൻ ആയിരുന്നോ? ഇത് വീട്ടുകാർക്കൊക്കെ, അതായത് ഈ യുവതിയുടെ ബന്ധുക്കൾക്കൊക്കെ ഈ ബന്ധത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇരുവരും തമ്മിൽ എത്ര നാളായി ഈ അടുപ്പമുണ്ടായിരുന്നു? പിന്നീട് ഈ സ്ഥിരമായി പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. അതായത് ഇങ്ങനെ ഈ പ്രശ്നത്തിനിടയിലും ഈ ബന്ധത്തിൽ നിന്നും ഈ യുവതിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇവർക്ക് ദീർഘനാളുള്ള ബന്ധമുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് സുഹൃത്ത് അവിടെ വീട്ടിൽ വരികയും എന്തായാലും അത്തരത്തിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയൊക്കെ ചില പ്രശ്നങ്ങൾ തിങ്കളാഴ്ച രാത്രി ഉണ്ടായതായി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അടുപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം യുവതിയും കുഞ്ഞും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ്. അപ്പൊ അവിടെ ഈ യുവാവ് എത്തിയത് തന്നെ ഇത്തരം അവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത് കൃത്യമായ വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് തുടരുകയാണ്. ആ കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ തമ്മിൽ ഈ മരണം ഉണ്ടായ ദിവസം ഇവർ തമ്മിൽ സംസാരമുണ്ടായെന്നും തർക്കങ്ങൾ ഉണ്ടായെന്നും ഉള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് ഈ യുവാവ് തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ മരണം എന്ത് തരത്തിലാണ്, എങ്ങനെയാണ് മരണ കാരണം എന്ന കാര്യത്തിൽ തൂങ്ങി മരണമാണോ, അത് ആത്മഹത്യയാണോ, അതോ മറ്റെന്തെങ്കിലും തരത്തിൽ കൊലപാതകമാണോ എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുള്ളൂ എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും വീട്ടുകാർ ആരോപിക്കുന്നത്, ഈ ഷഹനയുടെ മാതാവും ആരോപിക്കുന്നത് യുവാവ്
ഈ യുവതിയെ, അതായത് ഷഹനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നുള്ള രീതിയിലാണ് മാതാവ് പ്രധാനമായും ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് പ്രധാനമായും നടത്തുന്നത്. എന്തായാലും ഒരു ദാരുണമായ സംഭവം. 31 വയസ്സ് മാത്രമേ ഉള്ളൂ ഷഹനയ്ക്ക്. അതായത് ബന്ധം വേർപെടുത്തിയ ശേഷം പിരിഞ്ഞ് ഭർത്താവിനുമായി വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ഒറ്റയ്ക്ക് താമസിക്കുക, കുട്ടിയുമായി 1 വയസ്സുള്ള കുട്ടിയാണുള്ളത്, കുട്ടിയുമായി താമസിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പോലീസിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ അയൽവാസികളും ഒക്കെ ഇക്കാര്യം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഏഴംകുളം സ്വദേശിയാണ്, അടൂർ ഏഴംകുളം സ്വദേശിയാണ് പോലീസിന്റെ കസ്റ്റഡിയുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കൃത്യമായൊരു വിവരം പോലീസ് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റുള്ള തുടർ നടപടികൾ നടക്കുക. ടോം. യെസ്, വ്യക്തമാണ്. പത്തനംതിട്ട അടൂരിലാണ് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് സംശയം. സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് നടപടി. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് പോലീസിന്റെ നീക്കം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മറുപടി നൽകിയ ശേഷമാണ് തൊപ്പി ഒളിവിൽ പോയത്. ഇയാളുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്നലെയാണ് യൂട്യൂബ് ഈ പേജ്, ഇയാളുടെ അതായത് തൊപ്പിയുടെ പേജ് തന്നെ റദ്ദാക്കിയത്, നീക്കം ചെയ്തത്. അതും പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ പ്രതി ഒളിവിൽ പോകാനുള്ള, സംസ്ഥാനം വിടാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? തൊപ്പി രാജ്യം വിടാതിരിക്കാനുള്ള എല്ലാ ശ്രമത്തിലും തന്നെയാണ് പോലീസ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നത്. തൊപ്പിയുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ, അധികം വൈകാതെ തന്നെ തൊപ്പിക്കെതിരായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ച് തൊപ്പിയെ വിളിച്ചു വരുത്താനായിരുന്നു പോലീസ് ആദ്യം ശ്രമിച്ചത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൊപ്പി ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. പിന്നീടാണ് തൊപ്പി ഒളിവിൽ പോകുന്നത്. എന്നാലും പോലീസിന്റെ അന്വേഷണത്തിൽ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തൊപ്പിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നാട് കടക്കാനുള്ള, വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടുതലായതിനാലാണ് പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തൊപ്പിയോടൊപ്പം തന്നെ തൊപ്പിയുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെയും മൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് വിളിപ്പിച്ചിരുന്നു. അവരും തൊപ്പിക്കെതിരെ പരാതിയൊക്കെ കൊടുത്തതാണ്. പക്ഷെ അവരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ അവർക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കും. കാരണം അവരും തൊപ്പിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന് ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ, ഇത്തരത്തിലുള്ള വളരെ മോശമാകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തികളും തൊപ്പിയും സുഹൃത്തുക്കളും ചെയ്തതുകൊണ്ടും അവർക്കെതിരെയും കേസ് വരാനുള്ള ഒരു സാധ്യതയും കണക്കിലെടുത്തായിരിക്കും തൊപ്പിയുടെ സുഹൃത്തുക്കളും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊപ്പിക്കെതിരെയും. നിലവിൽ തൊപ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നാർക്കോട്ടിക് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടയുള്ള കാര്യങ്ങൾ ചെയ്യുക, സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുക എന്നീ വകുപ്പുകളാണ് ഇപ്പോൾ തൊപ്പിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാലും തൊപ്പി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് തൊപ്പിക്കെതിരായിട്ടുള്ള കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ തൊപ്പിക്കെതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് തൊപ്പിക്ക് ജാമ്യം നൽകരുത് എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാലും തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഉടനെ തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്യും. യെസ്, എന്തായാലും അതുവരെയുള്ള ഒരു സാവകാശം കൊടുക്കുമോ? എന്തായാലും ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള നീക്കം അടിയന്തരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇയാൾ രാജ്യം വിടാനുള്ളൊരു സാധ്യത പോലീസ് എന്തുകൊണ്ടാണ് കാണുന്നത്? കാരണം നമുക്കറിയാം, വലിയ സാമ്പത്തിക ശേഷിയുണ്ട്, യൂട്യൂബിലൂടെ ലക്ഷങ്ങളുടെ വരുമാനം പ്രതിമാസമുണ്ട്. ഇയാൾ ഒരു ഘട്ടത്തിൽ യൂട്യൂബ് താൻ നിർത്തുകയാണ്, യൂട്യൂബിലൂടെ ഇനി വീഡിയോകൾ പ്രചരിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ച ശേഷവും ഇയാൾക്ക് പ്രതിമാസം ലക്ഷങ്ങൾ യൂട്യൂബിലൂടെ വരുമാനം ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടുകൂടിയാണ് പോലീസ് ഇയാളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നു. പിന്നീട് ലഹരി കേസ് അടക്കം നമുക്കറിയാം, ഇയാൾ കൊച്ചിയിൽ ഉൾപ്പെടെ ഇയാൾ പലപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പല സങ്കേതങ്ങളിൽ, പല ഫ്ലാറ്റുകൾ, ലോഡ്ജുകളിലൊക്കെ
ഇയാൾ മുറിയെടുത്ത് സുഹൃത്തുക്കളോടൊപ്പം താമസിക്കുന്നു, ആഡംബര ജീവിതം. അങ്ങനെ നിരവധി ചെറുപ്പക്കാരുടെ ജീവിതം വഴിതെറ്റിക്കുന്ന പ്രധാന പങ്ക് വഹിച്ചു. കൊച്ചുകുട്ടികളടക്കം ഇയാളുടെ സ്വാധീനത്തിൽ കുടുങ്ങി ഈ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുക, ഇയാളുടെ ലൈംഗിക ചേഷ്ടകൾ കണ്ട് ആസ്വദിക്കുക. ആ രീതിയിലേക്ക് തൊപ്പിക്ക് വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത ഈ കൊച്ചുകുട്ടികളുടെ ഇടയിൽ അവരുടെ മനസ്സിൽ ഉണ്ടായെങ്കിൽ അത് വലിയൊരു അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത്. എന്തായാലും ഇതൊരു കൃത്യമായ മുന്നറിയിപ്പാണ്, താക്കീതാണ്. ഇതുപോലെ വൃത്തികേട് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ യൂട്യൂബിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മാത്രമല്ല നിയമ നടപടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ പോലീസ് നൽകുന്നത്. അതെ ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തൊപ്പി ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ, അത് പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയാണ് ഇത്തരത്തിലുള്ള ലൈവ് സ്ട്രീമിങ്ങിലൂടെ പണം സമ്പാദിച്ചത്. ലക്ഷങ്ങളായിരുന്നു മാസങ്ങൾ അയാളുടെ വരവായി കണക്കാക്കുന്നത്. പിന്നീട് തൊപ്പിയുടെ ലൈവ് സ്ട്രീമിംഗ് മാത്രം മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയും ആ കമ്പനിയിലൂടെ കിട്ടുന്ന വരുമാനം, അതായത് ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി പങ്ക് തൊപ്പിക്ക് നൽകും. ആ തരത്തിലുള്ള എഗ്രിമെന്റിലായിരുന്നു പിന്നീട് ലൈവ് സ്ട്രീമിങ്ങിലൂടെ തൊപ്പി തന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അപ്പോഴും തൊപ്പിയെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ലാഭം തന്നെയാണ്. വിദേശത്തേക്ക് പോകാനും അല്ലെങ്കിൽ ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലായതുകൊണ്ടാണ് അത് തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അന്വേഷണ സംഘം ഇപ്പോൾ തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തൊപ്പിയുടെ സാമ്പത്തിക കാര്യങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഈ പരാതിയിലടക്കം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് തൊപ്പി ഇതിലൂടെ ഒരു തലമുറയെ, അതായത് പ്രത്യേകിച്ച് കുട്ടികളാണ് തൊപ്പിയുടെ പ്രധാനപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറുന്നത്. അവർക്ക് എന്ത് സന്ദേശമാണ് തൊപ്പി കൊടുക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അശ്ലീലമായിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റുകളാണ് തൊപ്പി എപ്പോഴും തന്റെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഇടുകയും ചെയ്തത്. അത് കുട്ടികളെ വലിയ രീതിയിൽ മോശമായി തന്നെയാണ് സ്വാധീനിക്കുന്ന ഒക്കെ ചെയ്യുന്നത്. എന്നാലും പോലീസ് ഇതിനൊരു തടയിടുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. തൊപ്പിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിക്കുകയും ചെയ്തത്. എന്നാലും മുൻകൂർ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കേണ്ടതുണ്ട് തൊപ്പിയുടെ. അതിൽ പോലീസ് പറയുന്നത് തൊപ്പിയുടെ സുഹൃത്തുക്കളടക്കം പോലീസിന്റെ ഈ തൊപ്പിയുടെ സുഹൃത്തുക്കളടക്കം പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. അവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട്. അവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ രീതിയിൽ ഒരു വൈകൃതമുള്ള ചെറുപ്പക്കാരാണ് തൊപ്പിയുടെ ഈ സൗഹൃദ വലയത്തിലുള്ളത്. നമുക്കറിയാം അവരുടെ പശ്ചാത്തലം. അവർ പലപ്പോഴും കൊച്ചിയിലടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം ഇടയ്ക്ക് കൂടാറുണ്ട്. പല ലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. അത്തരം അവരുടെ പശ്ചാത്തലം എന്താണ്? ഈ തൊപ്പിയുടെ സുഹൃത്തുക്കളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ടോം, തൊപ്പിക്കൊപ്പം തന്നെയാണ് ഈ സുഹൃത്തുക്കളും ലൈവ് സ്ട്രീമിങ്ങിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി, അതായത് സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമുണ്ടായി. ആ സുഹൃത്തുക്കൾ പിന്നീട് യൂട്യൂബിലൂടെ വന്ന് പറഞ്ഞത് തൊപ്പി തങ്ങളെ ഗുരുതരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അടിവസ്ത്രമടക്കം കഴുകുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ട് തൊപ്പി. അതിനു വേണ്ടിയിട്ടുള്ള, അതായത് ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ തൊപ്പിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും തങ്ങൾക്കൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ലൈവ് സ്ട്രീമിംഗ് തങ്ങളൊപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് തൊപ്പിയിൽ നിന്നും വലിയ മാനസിക ശാരീരിക പീഡനങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഒപ്പം തൊപ്പി ഈ ലഹരി ഉപയോഗിക്കുന്നതിന് തൊപ്പിയുടെ വീട്ടിൽ ലഹരി അടക്കം കൊണ്ടെത്തിച്ചിട്ടുണ്ട്, കഞ്ചാവ് ഉൾപ്പെടെ അവിടെ എത്തിച്ചിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളാണ് തൊപ്പി എന്നീ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയത് സുഹൃത്തുക്കളായിരുന്നു. പിന്നീടാണ് ഇതൊരു കേസിലേക്ക് വരെ പോകുന്ന ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തു. എന്തായാലും തൊപ്പിയുടെ സുഹൃത്തുക്കളെയും മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ സുഹൃത്തുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മൊഴി രേഖപ്പെടുത്തുവാൻ വിളിപ്പിച്ചെങ്കിൽ പോലും തൊപ്പി അതിലേക്ക് തൊപ്പിയുടെ സുഹൃത്തുക്കൾ മൊഴി രേഖപ്പെടുത്താൻ വന്നിരുന്നില്ല. പോലീസ് പറയുന്നത് അവരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നത് തന്നെയാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൊപ്പിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. രാജ്യമിടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നിഗമനം. പ്രത്യേകിച്ചും ഇയാളുടെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ചെറിയൊരു കാലയളവിനിടെ കേരളത്തിലെ കുട്ടികളടക്കം സ്വാധീനിക്കുന്ന രീതിയിൽ അശ്ലീല പരാമർശങ്ങളിലൂടെ അശ്ലീല ചേഷ്ടകൾ കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചെറുപ്പക്കാരനാണ്. പിന്നീട് ഇയാൾക്കെതിരെ പല രീതിയിലുള്ള നടപടികളുണ്ടായി. യൂട്യൂബ് ഇയാളുടെ പേജ് നീക്കം ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടിയിലേക്ക് നീങ്ങുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ
ലഹരിക്കടിമയായ യുവാവ് ഹോട്ടൽ അടിച്ചു തകർത്തു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊല്ലം കരുനാഗപ്പള്ളി ലഹരിക്കടിമയായ യുവാവ് ഹോട്ടൽ അടിച്ചു തകർത്തു. കരുനാഗപ്പള്ളിയിലെ മന്തി മൻസിലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ കഞ്ചാവ് ലഹരിയിലാണ് അതിക്രമം നടത്തിയതെന്നാണ് പോലീസിൻ്റെ നിഗമനം. വിവരങ്ങളുമായി S. വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, എന്താണ് ഈ പ്രകോപന കാരണം? യാതൊരു കാരണവുമില്ലാതെ ഈ അക്രമി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നോ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. അത് വളരെ ഭീകരമാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവ് ഇത്രത്തോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒരു കടയുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന തരത്തിൽ ഉള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മൾ ഈ കാണുന്ന ഇതേ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്തി മൻസിൽ എന്നൊരു സ്ഥാപനത്തിലാണ് ഈ ഒരു അക്രമം നടത്തിയത്. അജ്മൽ എന്നാണ് ഈ അക്രമിയുടെ പേര്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ യുവാവിനെ കീഴ്പ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് ആ കടയിലെ ജീവനക്കാർ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെല്ലാം ചേർന്ന് യുവാവുമായിട്ട് വാക്കേറ്റവും കയ്യാങ്കളിയും വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും കരുനാഗപ്പള്ളിയിൽ നിന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയാണ് ഈ യുവാവിനെ കീഴ്പ്പെടുത്തിയത്. യുവാവ് ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. മറ്റൊരു കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഈ യുവാവ് അജ്മൽ മന്തി കടയിൽ എത്തുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നൽകിയ മന്തിയുടെ അളവ് കുറഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് ഇയാൾ ആ ജീവനക്കാരുമായിട്ട് ചില തർക്കത്തിൽ അന്ന് ഏർപ്പെട്ടിരുന്നു. തുടർന്ന് ഇതിന്റെ ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം നടത്താനുണ്ടായ കാരണമെന്നാണ് ഇയാൾ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുക, അതുപോലെ ഈ സ്ഥാപനത്തിലെത്തി ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അപ്പോഴാണ് CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ഒരു ബിയർ കുപ്പിയുമായിട്ട് കടയിലേക്ക് കയറി വരുന്ന ദൃശ്യവും, അതുപോലെ തന്നെ അവിടെ വന്നുടൻ തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അവിടെ ഈ ഗ്ലാസ് ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായി. അപ്പോൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത പോലീസിന് വന്നത്. അപ്പോൾ എന്തായാലും ഈ ലഹരിക്ക് ഇയാൾ അടിമയാണെന്ന് തന്നെയാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. വിശദമായുള്ള ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിനീഷിലേക്ക് എത്താം. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാൻ വിനീഷ് സൂചിപ്പിച്ചതുപോലെ അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഹോട്ടലിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പിന്നീട് ഇയാളെ ഹോട്ടൽ ജീവനക്കാരെന്ന് തോന്നുന്നു പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് വീണ്ടും അവർക്ക് നേരെ ഹെൽമെറ്റ് എടുത്ത് ആക്രമണം നടത്തുന്നു. വലിയ ഭീകര അന്തരീക്ഷമായിരുന്നു ഹോട്ടലിനുള്ളിലും പുറത്തും ലഹരിക്കടിമയായ യുവാവ് സൃഷ്ടിച്ചത്.
യെസ്, വിനീഷിലേക്ക് വീണ്ടും. വിനീഷ്, ഇത് ഭീകരമായിട്ടുള്ള കാഴ്ചകളാണല്ലോ. ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ലേ ഈ ആക്രമണത്തിന് പിന്നിൽ? നമുക്ക് കാണാൻ കഴിയും, ഇയാൾ ആ ഗ്ലാസ് അടിച്ച് തകർക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ വലിയ ഭീതിയോടെയാണ് ഈ സംഭവം നോക്കിക്കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി എന്തൊക്കെയാണ്? ടോം, ഈ സംഭവം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഭീകരമായ ദൃശ്യമാണ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ മലയാളികൾക്കൊക്കെ ഒരു ഇഷ്ടവിഭവമായി തന്നെ മാറുന്നു ഈ മന്തി എന്ന ആഹാരം. ഇത് ഫാമിലി ആയിട്ട് തന്നെ നിരവധി ആൾക്കാരാണ് അത് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ എത്തുന്നത്. അപ്പൊ നിലവിൽ ഈ മന്തി മനസ്സിൽ എന്ന ഈ സ്ഥാപനത്തിൽ വലിയ തിരക്കായിരുന്നു. കൊച്ചുകുട്ടികളടക്കം ഭക്ഷണം കഴിക്കാനായി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ മുന്നിലാണ് ഇത്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. കയ്യിലിരിക്കുന്ന കുപ്പി വെച്ചാണ് ആദ്യം ഇയാൾ ആക്രമണം നടത്തുന്നത്. അതായത് അവിടെ ചില്ലി അടിച്ച് തകർക്കുന്നത്. തുടർന്ന് ഇയാൾ കാല് വെച്ച് ചവിട്ടി ആ ഗ്ലാസ് തകർക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. തുടർന്നാണ് ഇയാൾ ആ സ്ഥാപനത്തിന് വെളിയിലിറങ്ങിയിട്ട് വീണ്ടും ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അങ്ങനെ എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പോലീസ് എത്താനും പെട്ടെന്ന് തന്നെ അതിൽ തന്നെ പല ആൾക്കാർ പറയുന്നു ഉടൻ തന്നെ പോലീസിനെ വിളിക്കുന്നു തന്നെ പറയുന്നുണ്ട്. എന്തായാലും കടയുടമ പോലീസിനെ വിളിച്ചതിനെ തുടർന്നാണ് കരുനാഗപ്പള്ളി പോലീസ് സംഭവ സ്ഥലത്തുന്നതും നാട്ടുകാരുടെ നേതൃത്വം തന്നെ ഇയാളെ കീഴ്പ്പെടുത്തുന്നതും. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഇയാൾ ആ സമയം ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് സമയോചിതമായി ഇടപെട്ട് ഇയാളെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരം ആൾക്കാരെ പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. പോലീസിന് കുറച്ച് കഴിഞ്ഞ് ഇവരുടെ മനോനില കുറച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുള്ളൂ. അതാണ് ഇതിൽ കൂടുതൽ വ്യക്തതകൾ, അതായത് കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകാനുണ്ട് ടോം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ മുൻപ് ഇവിടെ ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് ഇത്തരം അക്രമത്തിന് കാരണമായത്. സോം സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ രാത്രി വന്ന് ഈ സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത് പോലും. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ബോധപൂർവം പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ഇയാൾ അവിടെ എത്തിയതാണോ? കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ഒരു പേടി തോന്നുന്നു. കാരണം ഇങ്ങനെയൊക്കെ ലഹരി മൂത്ത് കഴിഞ്ഞാൽ ഇത്രയധികം മനോനില തെറ്റുന്ന രീതിയിൽ ചെറുപ്പക്കാർ മാറുന്നു, അവർ വയലന്റ് ആകുന്നു, അക്രമകാരികളാകുന്നു എന്നത് ഈ ദൃശ്യം അതിൽ നിന്നും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തീർച്ചയായും ടോം, അത് മനോനില തെറ്റിയ ഒരാളെ പോലെ തന്നെയാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് പോലും. കാരണം ആ സമയം എന്തും സംഭവിക്കാന്നുള്ള രീതിയാണ്. ആരുടെയും ജീവൻ ഇയാൾക്ക് എടുക്കാം, ആ രീതിയിലാണ്. തന്നെ കൂടെ നിൽക്കുന്നവർ തന്നെ ഇയാളെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമത്തിനിടയിൽ കുറെ ജീവനക്കാർക്ക് പരിക്കേറ്റതായിട്ടും പുറത്ത് വിവരങ്ങൾ വരുന്നുണ്ട്. കൈ എല്ലാം മുറിഞ്ഞ കാര്യങ്ങളുണ്ട്. കാരണം ഇയാൾ ഒരു ബിയർ കുപ്പിയുമായിട്ട് ആണ് ആദ്യം സ്ഥാപനത്തിലേക്ക് വരുന്നതും ബിയർ കുപ്പി അടിച്ചു പൊട്ടിച്ചിട്ടാണ് മറ്റു ആക്രമണത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുള്ളതാണ്. നമുക്കറിയാം, സർക്കാരിന്റെ നേതൃത്വത്തിൽ ലഹരി പിടിച്ചു കെട്ടാനായിട്ടുള്ള പല പദ്ധതികൾ ആവിഷ്കരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഇത്തരം അക്രമ സംഭവങ്ങൾ കൂടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ജനങ്ങൾ ഈ ഒരു സംഭവത്തിൽ കുറെ കൂടി ബോധവാന്മാരായി ഇത്തരം ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ബാധ്യത ശരിക്കും നമുക്കെല്ലാവർക്കും, അതായത് പൊതുസമൂഹത്തിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ടോം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ടോം, യെസ്, കൊല്ലത്താണ് ഈ രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായത്. ലഹരിക്കടിമയായ യുവാവ് ഹോട്ടൽ അടിച്ച് തകർക്കുകയായിരുന്നു. സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വർക്കല പാപനാശത്ത് വിനോദസഞ്ചാരിയായ തമിഴ്നാട് സ്വദേശിയെ നേരെ ആക്രമണം. തഞ്ചാവൂർ സ്വദേശി സുദർശന് കത്തിക്കുത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ 2 പേർ പിടിയിലായി. കുരക്കണ്ണി സ്വദേശി മുഹമ്മദ് അലിയും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത്.
കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ സൗത്ത് ക്ലിഫ് നടപ്പാതയിലാണ് സംഭവം. ആക്രമണം നടത്തിയ 3 അംഗ സംഘത്തിൽപ്പെട്ട 2 പേരെ ടൂറിസം പോലീസും വർക്കല പോലീസും ചേർന്ന് പിടികൂടി. തഞ്ചാവൂരിൽ നിന്ന് 14 സുഹൃത്തുക്കൾക്കൊപ്പമാണ് സുദർശനൻ ഇന്നലെ രാവിലെ വർക്കലയിലെത്തിയത്. നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നതിനിടെ സുഹൃത്തുക്കളായ സതീശനും കുമുദനും ഒപ്പം സൗത്ത് ക്ലിഫ് നടപ്പാതയിലൂടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് കേട്ട് നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ ബ്ലൂടൂത്തിലെ പാട്ട് അത് തങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടുകാരായിട്ടുള്ള യുവാക്കൾ ഇവർക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് യഥാർത്ഥ കാരണമായി പറയപ്പെടുന്നത്? പാപനാശത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഈ സംഭവത്തിൽ പ്രതിയായിരിക്കുന്ന 3 പേരിൽ 2 പേർ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളാണ്. അതായത് 18 വയസ്സിന് താഴെയുള്ളവരാണ് ഈ കൃത്യത്തിൽ പങ്കെടുക്കുന്നതിൽ 2 പേർ. അതിലൊരാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയുള്ളത്. 18 വയസ്സുകാരനായ മുഹമ്മദ് അലി പിടിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ പിടിയിലായിട്ടുണ്ട്. മറ്റൊരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്കെതിരെയുള്ള അന്വേഷണം പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഉച്ചത്തിൽ പാട്ട് വെച്ച് നടന്നു വരികയായിരുന്നു ഈ കുത്തേറ്റ ആള്. അദ്ദേഹത്തിന്റെ കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇവർ 14 പേരാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി വർക്കലയിലെത്തിയത്. ഈ സമയമാണ് ഈ ഒരു സംഘർഷം, ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങിയ സംഘർഷം വളരെ വലുതാവുകയും ഇത്തരത്തിൽ കത്തിക്കുത്തിലേക്ക് പോവുകയും ചെയ്തത്. ഇതിലേറെ പോലീസിന് തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ 11 മണിക്ക് ഈ കുട്ടികൾ ഈ മാരകായുധവുമായി എന്തിന് ഈ വിനോദസഞ്ചാര മേഖലയിൽ എത്തി എന്നുള്ളതിന് പോലീസിന് ആശയക്കുഴപ്പമുണ്ട്. ഇതിനെ സംബന്ധിച്ച് പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളാണ്, അതിലുള്ള ഒരു കുട്ടിയാണ് ഈ കത്തി ഓൺലൈനിൽ നിന്ന് വാങ്ങിയതെന്ന വിവരവും പോലീസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് തന്നെ വളരെ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തും. എന്തായാലും ഈ വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ എത്തുന്ന ഈ ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഫോറിനേഴ്സിനും സുരക്ഷയൊരുക്കുന്നതിലുള്ള വീഴ്ച തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ക്യാമറകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ക്യാമറകൾ പല പോലീസിന്റെ ക്യാമറകൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വെളിച്ചത്തിന്റെ കുറവുണ്ട്. ഈ ഭാഗങ്ങളിൽ രാത്രി വളരെ 100 കണക്കിന് പേരാണ് ഈ രാത്രികാലങ്ങളിൽ ഈ തീരത്ത് എത്തുന്നത്. ഇവർക്ക് എത്തുന്നവർക്കുള്ള യാതൊരു സുരക്ഷാ സംവിധാനവും ഇടയില്ല. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന സംഭവം. എന്തായാലും ഈ കൃത്യത്തിൽ പങ്കെടുത്തതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നുള്ളതും അതുപോലെ തന്നെ 11 മണിക്ക് ഇവിടെ മാരകായുധവുമായി ഈ മേഖലയിൽ എന്തിനെത്തി എന്നുള്ളതിനെ കുറിച്ചുമാണ് പോലീസ് ഇപ്പോൾ വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നത്. മാത്രമല്ല, ഈ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലുള്ളത്. അങ്ങനെ നമുക്കറിയാം, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പലപ്പോഴും അക്രമ സംഭവങ്ങൾ ഇപ്പോൾ തുടർക്കഥയാകുന്നുണ്ട്. പ്രത്യേകിച്ചും വർക്കല, പാപനാശം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈ ലഹരി സംഘങ്ങളാണോ പലപ്പോഴും ഇതുപോലുള്ള സ്ഥലങ്ങൾ രാത്രി സമയങ്ങളിലൊക്കെ നിയന്ത്രിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും ആ രീതിയിലുള്ള സംശയം തന്നെയാണ് പോലീസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഉള്ളത്. പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ ഈ തീരദേശ മേഖലയിൽ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അതിനെ കാര്യക്ഷമമായി ഇത് തടയുന്നതിനോ അല്ലെങ്കിൽ ഈ ലഹരി എത്തിക്കുന്നവരെ പിടികൂടുന്നതിനോ അത്തരത്തിലുള്ള യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തൂഫാൻ ഉൾപ്പെടെ ഉള്ള ഓരോ നടപ്പിലാക്കുമ്പോഴും ഈ തീരദേശ മേഖലയിൽ കൃത്യമായ ഒരു പരിശോധനയോ പ്രതികളെ പിടികൂടുന്നതിലേക്കുള്ള സാഹചര്യം അങ്ങനെ ആ രീതിയിലൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഈ കുട്ടികൾ ഇവിടെ എത്തിയതിന് പിന്നിലും ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ തന്നെയാണോ ഇതിന് പിന്നിലുള്ളതെന്ന് ആണ് പോലീസ് സംശയിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും നടക്കുന്നത്. കാരണം ഈ ഭാഗത്ത് നിരവധി വിനോദസഞ്ചാരികളാണ് എത്താറുള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ തുടർച്ചയായതുകൊണ്ടും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള പരാധീനതകൾ കൊണ്ടുമാണ് വർക്കലയിൽ ഇപ്പോൾ ഫോറിനേഴ്സിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകളാണ്, അതായത് ബാംഗ്ലൂർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ തീരദേശത്ത് കൂടുതലായി ഉള്ളത് വർക്കലയിൽ. ഇവർ തമ്മിൽ തന്നെയും മദ്യപിച്ച് രാത്രികാലങ്ങളിൽ പ്രശ്നങ്ങൾ പരസ്പരം അടിപിടിയും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചെറിയ സംഭവങ്ങൾ പോലീസ് പോലും അറിയാതെ തന്നെ കഴിയുന്ന ഇതുമുണ്ട്. മിക്കവാറും പ്രദേശത്തുണ്ട വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും കച്ചവടക്കാരും ഒക്കെയാണ് ഈ അക്രമ സംഭവങ്ങൾ പലപ്പോഴും ഒഴിവാക്കി വിടുന്നത്.
ഇത്തരത്തിൽ തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ച് നടന്നു വന്നപ്പോൾ ശബ്ദം കൂടിപ്പോയി എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആദ്യം ഒരു തർക്കം ഉടലെടുത്തത്. അതാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിൽ കലാശിച്ചത്. നിസ്സാര പ്രശ്നങ്ങളാണ് പലപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങളിൽ കലാശിക്കുന്നത്. പ്രത്യേകിച്ചും വർക്കലയിൽ സമീപത്തെ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ അവിടുത്തെ സഞ്ചാരികൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നുണ്ട്. അവിടെ തന്നെ ആ നാട്ടുകാർ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അവർ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഈ വിനോദസഞ്ചാരികൾ എത്തിയാലേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവുകയുള്ളൂ, തൊഴിൽ സാധ്യതകൾ, മറ്റു കച്ചവട സാധ്യതകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കവിടെ സുഗമമായി വന്നു പോകാൻ, സുരക്ഷിതമായി വന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തം ആ നാട്ടുകാർക്ക് തന്നെയാണ്. നടിയാക്രമണ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. നടിയാക്രമണ കേസിൽ അപ്പീലിൽ വിധി വരുന്നതുവരെയും ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്നാണ് നിരീക്ഷണം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് വിധി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് പൾസർ സുനിക്ക് ഉണ്ടായിരിക്കുന്നത്, ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് കോടതി വ്യക്തമാക്കുന്നത് അയാളുടെ ഹർജിയിൽ? പ്രധാനമായിട്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രീ ട്രയൽ സമയത്തുള്ള കുറ്റം തെളിയുന്നതുവരെ ശിക്ഷ നിരപരാധിയായി തുടരുന്ന സാഹചര്യം അത് പൾസർ സുനിക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ചും വിചാരണ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, നടിയുടെ വസ്ത്രത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള DNA അടക്കമുള്ള സാമ്പിളുകൾ, തെളിവുകൾ, പൾസർ സുനിക്ക് എതിരായി ശാസ്ത്രീയ തെളിവുകൾ, അത് പൾസർ സുനി കുറ്റക്കാരനാണ് എന്ന് തെളിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അത് മാത്രമല്ല, ഇത് സമൂഹത്തിന് അങ്ങേയറ്റം അപജയമുണ്ടാക്കിയ ഒരു കേസ് കൂടി ാണെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് കെ ജയകുമാറിന്റെയും അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്ക് ഇതോടുകൂടി, അതായത് ഈ അപ്പീൽ പരിഗണിക്കുന്നത് വരെ ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നുള്ള ആവശ്യം കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജസ്റ്റിസ് എ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി നൽകിയിരിക്കുന്ന ശിക്ഷാവിധി കുറഞ്ഞുപോയി. കുറ്റക്കാർക്കെതിരെ 6 പ്രതികൾക്കെതിരെ 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. അത് കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. അത് കൂട്ടണമെന്നാവശ്യപ്പെട്ടും മാത്രമല്ല ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട് നടപടിയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നത്. ആ അപ്പീൽ പരിഗണിക്കുന്നത് വരെയുള്ള കാരണം ചൂണ്ടിക്കാട്ടിയത്. അതായത് ആ അപ്പീൽ പരിഗണിക്കുന്നത് വരെ താൻ കുറ്റക്കാരനല്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പൾസർ സുനി കൈക്കൊണ്ടത്. അത് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് 8 വർഷമാണ് താൻ ജയിലിൽ കിടന്നത്. സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് തനിക്ക് ഈ കേസിൽ ജാമ്യം ലഭിച്ചത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകുമ്പോൾ പൾസർ സുനി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ വിചാരണ കോടതി ഇവിടെ പൾസർ സുനി 1-ാം പ്രതിയാണ്. കേസിലെ വിചാരണ കോടതി ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നുവെന്ന് തന്നെ കോടതി മുന്നോട്ട് പറയുന്നു. അത് മാത്രമല്ല, സമൂഹത്തിന് അങ്ങേയറ്റം അപജയമുണ്ടാക്കിയ കേസ്, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏത് നടപടി, അതായത് ശിക്ഷാവിധി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് നടപടിയുമായി കോടതി മുന്നോട്ട് പോയാലും അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയ ഒരു പ്രതിയെ ഇളവ് നൽകുന്നത് പോലെയാകുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അങ്ങേയറ്റം ഹീനമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഈ കാര്യത്തിൽ ഇത്തരത്തിലൊരു അന്തിമ തീരുമാനം എടുത്തിട്ടുള്ളതെന്തരാ അപ്പീൽ പരിഗണിച്ചിട്ടില്ല. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയത്, ഈ അപ്പീൽ പരിഗണിക്കുന്നത് കാലയളവ് നേരത്തെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിരുന്ന കാലഘട്ടം പൾസർ സുനിക്കുണ്ടായിരുന്നു. അതായത് പൾസർ സുനി ജാമ്യത്തിലായിരുന്ന സമയത്ത് മറ്റ് ഹോട്ടലിൽ അടിപിടി കേസുകൾ നടത്തുകയും അതിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച സാഹചര്യമുണ്ട്. 11 ക്രിമിനൽ കേസുകളാണ് പൾസർ സുനിക്കെതിരെ, ഇതല്ലാതെ മറ്റ് കേസുകൾ നിലവിലുള്ളത്. മറ്റൊരാളുമായി പണം വാങ്ങി ഒരു സ്ത്രീയെ ലൈംഗികമായി പൾസർ സുനിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്പോട്ട് ലൈവിൽ പോകുന്നു. എറണാകുളം പെരുമ്പാവൂരിൽ ആശാപ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. കോതമംഗലം സ്വദേശി അബിൻ ടോമിയാണ് പിടിയിലായത്. മോഷണത്തിനായി വീട്ടിൽ കയറിയ പ്രതി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രതിയെ പിന്നീട് പോലീസ് CCTV ദൃശ്യങ്ങളുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിഞ്ഞത്. നവമി ദിനേശിലേക്ക്. നവമി, എന്തായാലും അതിവേഗത്തിൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥിരം കുറ്റവാളിയാണോ ഇയാൾ? ചോദ്യം ചെയ്യലിൽ നിന്നും എന്താണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അല്പസമയം മുമ്പാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി അബിൻ ടോമിയാണ് പോലീസിന്റെ പിടിയിലായത്. എന്തായാലും പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല.
നേരത്തെ തന്നെ, അതായത് ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും സമീപത്തെ CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതിയെ നെല്ലിക്കുഴി, കോതമംഗലം നെല്ലിക്കുഴി സ്വദേശിയാണ് പ്രതി എന്നാണ് അറിയുന്നത്. എന്തായാലും മോഷണ ശ്രമവും അവിടെ നടക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പ്രതി എന്ന് നമുക്ക് എന്നാണ് നിഗമനം. എന്തായാലും പോലീസാണ് അത് സ്ഥിരീകരിക്കേണ്ടത്. അല്പസമയം മുമ്പാണ് പ്രതിയെ പിടികൂടിയത്. എന്തായാലും പ്രതിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും മലയാളിയാണ് പ്രതി എന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. സാഹചര്യ തെളിവുകളും അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ ആശാപ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കോതമംഗലം സ്വദേശി അബിൻ ടോമിയാണ് പിടിയിലായത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.